വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. എല്ലാവരും റിപ്പീറ്റ്ലി നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫാബ്രിക് കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഫാബ്രിക്കിലുള്ള കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സെമി കട്ടാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ സാരീസ് ആണ്. ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഇതുണ്ട് വിവിംഗ് പാറ്റേൺ നോക്കി കോൺട്രാസ്റ്റ് ബോർഡറിലാണ് വരുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ് ഡീറ്റെയിൽസും. ഇതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ ലുക്ക് വന്നേക്കുന്നത് നല്ലൊരു വാടാമുള്ള പേർപ്പിള് ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ ആണ് വരുന്നത്. സെമി കട്ടാൻ സിൽക്ക് ഫാബ്രിക് ആണ്. റിപ്പീറ്റ്ലി ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഫേവറേറ്റ് ആവുന്ന സാരിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പം ആ ഒരു സെയിം ഫിറ്റിൽ തന്നെ ഇതുണ്ടോ, അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ പൊങ്ങിയൊന്നും അല്ല, ഷേപ്പിൽ തന്നെ കിടക്കും. അങ്ങനെ ഡ്രൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാരിയാണ്. റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു ആണ് ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതുണ്ടോ ബ്ലൗസ് ആണ് ഇതിൽ പെയർ ചെയ്തേക്കും. അതിലും ചെറിയ ചെറിയ വീവിങ് പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് ഈ ഒരു ടോൺ ഇതാണ്. സെക്കൻഡ് കളർ വരുന്നത് നമ്മുടെ ബോട്ടിൽ ഗ്രീനില് ഒരു ചില്ലി റെഡ് ഷെയ്ഡ്, അതായത് ഒരു റെഡ് പക്ക നല്ലൊരു റെഡും ഒരു കുറച്ചൊരു ഓറഞ്ച് ബ്ലെൻഡായിട്ട് നിൽക്കുന്നതാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. സെമി കട്ടാൻ വിത്ത് ഇതുപോലെ ഒരു ബോർഡറാണ്, തിക്ക് ബോർഡർ രണ്ട് സൈഡ്സിലും. ബാക്കി ഫുള്ളും ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസ് പോലത്തെ, അതായത് ഒരു ലീഫിന്റെയും ഫ്ലോറലിന്റെയും ഒക്കെ പാറ്റേണിലുള്ള വീവിംഗ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. അടിപൊളിയുള്ള ഒരു പാർട്ടി വിയർ റിച്ച് ലുക്കിൽ വരുന്ന ഒരു പാർട്ടി വിയർ സാരീസ് ആണ്. സെമി കട്ടാൻ ഇതാണ് അതിന്റെ റിച്ച് ആയിട്ട് നിൽക്കുന്ന കോൺട്രാസ്റ്റ് പല്ലു ആണ്. വിത്ത് ഇതുപോലെ തിക്കായിട്ട് ടാസൽസ് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഇതുണ്ടോ ബ്ലൗസും ആണ്. അതായത് കോൺട്രാസ്റ്റ് പല്ലു, കോൺട്രാസ്റ്റ് ബ്ലൗസ് ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡറാണ് സാരിയിൽ വരുന്ന. ബേസ് ഈ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിസ്ത ഗ്രീനില് ബോട്ടിൽ ഗ്രീനിന്റെ ടോണിലാണ് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്, എല്ലാം കൺഫ്യൂഷൻ വരുന്ന കളർ ഷെയ്ഡ്സും ആൻഡ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന പാറ്റേണും ആണ്. ഇത് റിച്ച് പല്ലു, കോൺട്രാസ്റ്റ് പല്ലു ആൻഡ് ബോർഡർ ബ്ലൗസും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1790 1790 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഒരു സാൻഡൽ ക്രീം വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. വീഡിയോയിൽ ചിലപ്പം ബ്ലാക്ക് ആയിട്ട് തോന്നും. ബ്ലാക്ക് അല്ല ബോർഡറിൽ വന്നിരിക്കുന്നത്, കോൺട്രാസ്റ്റ് ആയിട്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത്. സെമി കട്ടാൻ സിൽക്ക് ഫാബ്രിക് ആണ്. റിച്ച് പല്ലു വിത്ത് ഹെവി ടാസിൽസ്, കോൺട്രാസ്റ്റ് ആയിട്ട് വീവിംഗ് വർക്ക് വന്നിരിക്കുന്നതാണ്. റിച്ച് ആയിട്ട് നിൽക്കുന്ന ബ്ലൗസും ആണ് പെയർ ചെയ്തേക്കുന്നത്. അടുത്ത കളർ ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ടോൺ ബേസ് വന്നിട്ട് റെഡ് ആണ് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പാറ്റേൺസ് എല്ലാം സെയിം, എല്ലാത്തിൻ്റെയും വീവിങ്സ് സെയിം തന്നെയാണ്. ഇതാണ് റിച്ച് പല്ലു വന്നിരിക്കുന്നത്. റിച്ച് പല്ലുവിലും ഹെവി ആയിട്ട് ഉണ്ടോ ഫുൾ ആ ഒരു കട്ടാൻ വീവിങ് ആണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതുണ്ടോ ഇതേ സ്റ്റൈലിലാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. ഇതിൽ നല്ലൊരു റാണി പിങ്ക് പോലത്തെ ടോൺ ബേസ് ആയിട്ട് വന്നിട്ട് ബോർഡറിൽ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ പല്ലു വന്നിരിക്കുന്നത്. സെമി കട്ടാൻ സിൽക്ക് ഫാബ്രിക്. റേറ്റ് 1790 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത്. ഈ കളർ വീഡിയോയിൽ വരുമ്പം അതിനകത്തൊരു സ്കൈ ബ്ലൂ, ഡാർക്ക് സ്കൈ ബ്ലൂ ആയിട്ടാണ് വരുന്നത്. ഇതിൽ വരുമ്പം ബ്ലൂവിന്റെ തന്നെ ഒരു ഷെയ്ഡാണ്, അതായത് ഒരു ബ്ലൂ ഗ്രീൻ ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഒരു ഷെയ്ഡാണ് റിയാലിറ്റിയിൽ വരുന്ന കളർ എന്ന് പറയുന്നത്. അതിൽ നേവി ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു. സെമി കട്ടാൻ സിൽക്ക് ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡർ, ബ്ലൗസ് ആൻഡ് പല്ലു ആണ് വന്നിരിക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. റേറ്റ് 1790. അപ്പം കളക്ഷൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്